ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന സച്ചിയോട് തനിക്ക് ആ അജ്ഞാതന്റെ നമ്പർ കിട്ടിയിട്ടുണ്ടെന്നും അയാളുടെ നമ്പർ ട്രേസ് ചെയ്തിട്ട് വേണം ഉടനെ തന്നെ സന്ദീപിനെ ഭയപ്പെടുത്തുന്ന അയാൾക്ക് തക്കതായ ശിക്ഷ നൽകാൻ. നാളെ ഇവിടെ നടക്കാൻ പോകുന്ന വിവാഹത്തിന് മുൻപ് തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവരെയും ബോധ്യപ്പെടുത്തണം സച്ചിയേട്ടാ. ഇനി ഒരിക്കൽ കൂടി അനഘ ആ വിവാഹ വസ്ത്രമണിഞ്ഞ് മണ്ഡപത്തിൽ ചെന്ന് കരഞ്ഞ് നിലവിളിച്ച് സന്ദീപിന് വേണ്ടി ഇനിയും ജീവിതം അവസാനിപ്പിക്കാനായി അനഘ തയ്യാറാകരുത്. അങ്ങനെ ഒരു വിധി ആ പെൺകുട്ടിക്ക് നമ്മളായി ഉണ്ടാക്കി കൊടുക്കരുത്. അതിനു മുൻപ് തന്നെ അയാളെ കൊണ്ടുവന്ന് അയാളെ കൊണ്ട് സത്യങ്ങൾ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തണം എന്ന് സച്ചിയോട് അർച്ചന ആവശ്യപ്പെട്ടു. അതുതന്നെ ഞാൻ ചെയ്തോളാമെന്നും നാളെ ഒരു കാരണവശാലും ഇവിടെ നിന്ന് ആരും മണ്ഡപത്തിലേക്ക് പോകാതെ താൻ നോക്കണമെന്നും സച്ചി അർച്ചനയെ ഓർമ്മപ്പെടുത്തി. അത് ഞാൻ നോക്കിക്കോളാമെന്ന് അർച്ചന സച്ചിക്ക് വാക്കു നൽകുന്നു. അതിനുശേഷം വിവാഹത്തിനായി തയ്യാറെടുത്ത് മണ്ഡപത്തിലേക്ക് പോകാനായി റെഡിയായി നിൽക്കുന്ന അനഘയുടെ അരികിലേക്ക് അവന്തിക എത്തുന്നു. അവന്തിക വന്ന് അനഘയുടെ അരികിൽ പുഞ്ചിരിയോടെ അനഘയെ നോക്കി നിൽക്കുമ്പോ അനഘ ചോദിച്ചു, എങ്ങനെയുണ്ട് ചേച്ചി, കൊള്ളാവോ? അത് കേട്ടതും അവന്തിക, പിന്നെ കൊള്ളാതെ എങ്ങനെയാ, എന്റെ അല്ലേ അനുജത്തി എന്ന് ചോദിക്കുന്നത് കേട്ട് അനഘ പറഞ്ഞു, പണ്ടും ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട് അല്ലെ? എന്തായാലും ഇത്തവണ പഴയതുപോലെ ആകുകയില്ലല്ലോ അല്ലേ എന്ന് അവന്തികയോട് അനഘ സംശയത്തോടെ ചോദിക്കുമ്പോ അവന്തിക പറഞ്ഞു, ഞാൻ എന്തായാലും ഇവിടെയുള്ള മറ്റുള്ളവരെയൊക്കെ ഒന്ന് ചെന്ന് നോക്കട്ടെ, പല വെല്ലുവിളികളും പലരും ഉയർത്തിയതല്ലേ എന്ന് ചോദിച്ചപ്പോ അനഘ ചോദിച്ചു, അല്ല ചേച്ചിക്ക് ഇപ്പോഴും ആശങ്കയുണ്ടല്ലേ എന്റെ ഈ വിവാഹം മുടക്കാൻ അർച്ചനയും അനുജത്തിയും ഇനിയും ശ്രമങ്ങൾ തുടരുമെന്ന് ചേച്ചിക്ക് സംശയമുണ്ടല്ലേ എന്ന് അവന്തികയോട് അനഘ ചോദിച്ചു. അത് കേട്ടതും അവന്തിക പറഞ്ഞു, അങ്ങനെ ഒരു യാതൊരു സംശയവും എനിക്കില്ല, എങ്കിലും അവൾ എന്ത് കുതന്ത്രവും പ്രയോഗിക്കുമെന്ന് എനിക്കറിയാമല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ അവൾ ഇനി എന്ത് ചെയ്യുകയാണ്, ഇനി അഥവാ ക്ഷീണിച്ച് അവശരായി എന്നേക്കുമായി ആ നീക്കങ്ങളൊക്കെ അവസാനിപ്പിച്ചു എന്നും അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും അനഘയുടെ റൂമിന് വാതിക്കലേക്ക് എത്തി ആവണി മോള് ഒളിഞ്ഞു നോക്കി. ആ കാഴ്ച കണ്ട ഉടനെ അനഘ വിളിച്ചു, എന്താ, അകത്തേക്ക് കയറുവാ, നീ എന്താ അവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചതും പേടിയോടെ ആവണി നോക്കി. അപ്പോഴേക്കും അനഘ പറഞ്ഞു, നീ ഇങ്ങ് വാ, നിന്നെ ഞാനിന്ന് വഴക്കൊന്നും പറയത്തില്ല, വഴക്ക് പറയില്ല എന്ന് മാത്രമല്ല നീ എന്താവശ്യപ്പെട്ടാലും അതൊന്നും ഞാൻ നിനക്ക് തരും, നിനക്ക് എന്താ വേണ്ടത് എന്ന് അനഘ ആവണിയെ അരികിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു. അപ്പോഴേക്കും ആവണി ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചാ എനിക്കത് ചെയ്തു തരുവോ എന്ന് ചോദിച്ചതും അനഘ പറഞ്ഞു, അതിനെന്താ, ഞാൻ തരാവല്ലോ, എന്താ, എനിക്ക് സത്യം ചെയ്തതാ, ഇന്ന് ഞാൻ അത് ചോദിച്ചാൽ എനിക്ക് തരുമെന്ന് എന്ന് പറഞ്ഞത്, ഇന്ന് നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തന്നിരിക്കും എന്ന് പറഞ്ഞ് അനഘ ആവണിയുടെ കയ്യിൽ സത്യം ചെയ്തു കൊടുത്തു. അത് കണ്ട ഉടനെ ആവണി കുറച്ചു ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്ദീപേട്ടനെ തരുവോ എന്ന്, സന്ദീപങ്കലിനെ തരുവോ എന്ന് ചോദിച്ചു. അത് കേട്ടതോടെ അനഘ ആകെ വിഷമത്തോടെ തല മുൻചിട്ട് പറഞ്ഞു, അല്ല ഇന്ന് എനിക്ക് എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ അനഘാന്റി എനിക്ക് സന്ദീപങ്കലിനെ തരുവോ? അത് കേട്ടതോടെ അനഘ ഒന്നുകൂടി നോക്കി. അപ്പോഴേക്കും ആവണി പറഞ്ഞു, എനിക്ക് എന്റെ ആതിരാന്റിക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ആതിരാന്റി ആകെ വിഷമിച്ചിരിക്കുക, ഇന്നലെ വീട്ടിൽ എല്ലാവരും പറയുന്നത് കേട്ടോ, അനഘാന്റി കാരണമാ ആ ആതിരാന്റിക്ക് സന്ദീപങ്കലിനെ കിട്ടാത്തതെന്ന്, അതുകൊണ്ടാ എനിക്ക് സന്ദീപങ്കലിനെ തരുമോ എന്റെ ആതിരാന്റിക്ക് കൊടുക്കാൻ എന്ന് ആവണി ചോദിച്ചതും അനഘ പറഞ്ഞു, അയ്യോ മോളെ, ഇന്നത്തെ ദിവസം നിനക്ക് നീ ഈ ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് നീ ചോദിച്ച സമ്മാനം തരാൻ കഴിയില്ലല്ലോ മോളെ, കാരണം സത്യത്തിൽ നിന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ആതിരാന്റിയുടെ കയ്യിൽ നിന്ന് അനഘാന്റി അല്ല സന്ദീപങ്കലിനെ തട്ടിയെടുത്തത്, മറിച്ച് ആ അനഘാന്റിയുടെ കയ്യിൽ നിന്ന് ആതിരയാന്റിയാണ് സന്ദീപങ്കലിനെ തട്ടിയെടുത്തത്. അതാണ് മോൾക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചത്. എന്തായാലും ഇന്നത്തെ ദിവസം മോൾ ആവശ്യപ്പെട്ട ഇക്കാര്യം ആന്റിക്ക് ചെയ്തു തരാൻ പറ്റില്ലല്ലോ മോളെ എന്ന് അനഘ വിഷമത്തോടെ ആവണിയോട് പറയുമ്പോ ആവണി അന്വേഷിച്ച് അവിടേക്ക് മീര എത്തി. മോളെ ആവണി, നീ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് മീര വിളിച്ചതും ഉടനെ തന്നെ മീരയെ കണ്ട നിമിഷം അനഘ വേഗം എഴുന്നേറ്റു. അപ്പോഴേക്കും ആവണിയെ വിളിച്ചുകൊണ്ട് മീര പോകാൻ തുടങ്ങുമ്പോ അവിടെ നിന്ന് അനഘ വിളിച്ചു പറഞ്ഞു, അതെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് വന്ന് നിങ്ങൾക്ക് എന്നോട് പറയാം, അല്ലാതെ ഒന്നും അറിയാത്ത ഈ കുട്ടികളോട് പറഞ്ഞയക്കുകയല്ല വേണ്ടത്. കാരണവന്മാർക്ക് പറയാനുള്ളത് നേരിട്ട് വന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് അനഘ ചോദിക്കുമ്പോ ആവണിയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് മീര അതൊന്നും കേട്ടില്ല എന്ന ഭാവത്തിൽ പോകാൻ ഒരുങ്ങുമ്പോഴേക്കും അനഘ വീണ്ടും കൈയടിച്ചിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾക്ക് എന്നോട് എന്താ പറയാനുണ്ടായിരുന്നത്? നിങ്ങൾ ഈ കൊച്ചുകുട്ടിയോട് പറഞ്ഞയച്ച് എന്റെ മുന്നിൽ വന്ന് ആ കൊച്ചിനെ കൊണ്ട് പറയിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചതും പെട്ടെന്ന് മീരയ്ക്ക് കാര്യം മനസ്സിലായി. ഉടനെ മീര ആവണിയോട് പറഞ്ഞു, മോള് അച്ഛന്റെ അടുത്തോട്ട് പൊയ്ക്കോ, അമ്മ ദാ വരുന്നു. അങ്ങനെ പറഞ്ഞ് ആവണിയെ പറഞ്ഞയച്ചു കഴിയുമ്പോഴേക്കും വേഗം മീര അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ,
നിന്നോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിലേ അത് നിന്റെ ഈ ഓഞ്ഞ മുഖത്ത് നോക്കി അങ്ങ് വെട്ടി തുറന്ന് പറയാനേ എനിക്കിന്നല്ല നെല്ലിശ്ശേരിയിലുള്ള ഒരാൾക്കും യാതൊരു മടിയോ പേടിയോ ഇല്ല. പിന്നെ ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ആതിരയെ ആ സന്ദീപ് എന്ന് പറയുന്ന ഒരു മണകൊണാഞ്ചനെ ഒന്ന് സ്നേഹിച്ചു പോയി. അതിന്റെ കുഴപ്പമാണ് ഇപ്പൊ അവിടെ വൃന്ദാവനത്തിലുള്ളവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവനെ പോലെ ഒരുത്തനെ ഞങ്ങൾക്ക് എന്തായാലും വേണ്ട. ഈ ജീവിതം ഇനി ഒരിക്കലും അവനെ പോലെ ഒരുത്തന്റെ കയ്യിലേക്ക് ആതിരയെ കൊടുക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവനെ നിനക്ക് തന്നെ ചേരുകയുള്ളൂ. നീ ചെയ്തു കൂട്ടുന്ന ഇതുപോലെയുള്ള വൃത്തികേടുകൾക്കൊക്കെ നിന്റെ മുഖം തീർത്തൊന്ന് തരാതെ എല്ലാം കേട്ട് ഇതുപോലെ മൃംഗീസിയാന്ന് പറഞ്ഞ് അങ്ങ് ഇരുന്നോളുവല്ലോ അവൻ. അതുകൊണ്ട് നിനക്ക് മാത്രമേ അവൻ ചേരൂ എന്ന് പറഞ്ഞ് മീര അനഘയെ കുറ്റപ്പെടുത്തുമ്പോ ഉടനെ അനഘ പറഞ്ഞു, അതെ, നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും കൂടി ഉണ്ടല്ലോ ആ ആതിരയെ സന്ദീപിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പലപ്പോഴും സന്ദീപിന്റെ മനസ്സ് മാറ്റാനായി ശ്രമിച്ചിരുന്നു. ഇന്നും ഈ വിവാഹം മുടക്കുമെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ഇതിലെ നടക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഇന്നത്തോടെ നിങ്ങളുടെ ഭർത്താവിന്റെ അനുജത്തിമാരുണ്ടല്ലോ അവരുടെ കളികൾ ഇതോടെ അവസാനിക്കാൻ പോവാം. ഇന്നത്തെ ദിവസം സന്ദീപ് എന്റെ സ്വന്തമായി കഴിയുമ്പോഴുണ്ടല്ലോ ഇനി ഈ വീട്ടിലേക്കുള്ള നിങ്ങളുടെ വരവും നിങ്ങളുടെ ഈ അധികാരം പറച്ചിലും ഒക്കെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മീരയെ അനഘ വെല്ലുവിളിക്കുമ്പോ മീര പറഞ്ഞു, സത്യത്തിലെ നിന്നെ പോലെ ഒരുത്തിയെ ഈ വീട്ടിൽ നിർത്തി താമസിപ്പിച്ചത് തന്നെയാണ് ഈ നെല്ലിശ്ശേരിക്കാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പിന്നെ ഒരു കാര്യം പറയാം, അല്പമെങ്കിലും തലയ്ക്കകത്ത് ബോധമോ ബുദ്ധിയോ ഉണ്ടെങ്കിലേ നീ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ എന്താന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതാ നല്ലത്. ഇന്ന് ഈ കല്യാണ വേഷത്തിലായിപ്പോയി. അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ നീ ഈ പറഞ്ഞതിനൊക്കെ നിന്റെ മുഖം തീർത്ത് ഞാനൊന്ന് തന്നേനെ. ഇനിയെങ്കിലും അല്പം ബുദ്ധി ഉദിച്ച പിൽക്കുട്ടികളെ പോലെ വല്ലതും പെരുമാറാനായി നോക്ക്. ഇനിയും നീ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാ ഈ മുഖത്തൊക്കെ വെച്ചിരിക്കുന്ന ഈ ചായയൊക്കെ ഉണ്ടല്ലോ അടിച്ച് ഞാനങ്ങ് നിലത്തിടും, മനസ്സിലായോടി എന്ന് പറഞ്ഞ് മീര ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോ അനഘ കലിയോടെ ഇതെല്ലാം കേൾക്കേണ്ടി വന്നതിന്റെ ദേഷ്യത്തിൽ റൂമിൽ അങ്ങനെ നിന്നു. അപ്പോഴേക്കും സച്ചിയുടെയൊക്കെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ആതിര സന്ദീപിന്റെ റൂമിലേക്ക് നോക്കി ആകെ വിഷമത്തോടെ നിന്നു. അല്പം കഴിഞ്ഞ് സ്റ്റെയർ ഇറങ്ങാനായി ഒരു സ്റ്റെപ്പിലേക്ക് കാല് വെച്ചതും സന്ദീപ് വാതിൽ തുറന്നു വരുന്ന ശബ്ദം ആതിര കേട്ടു. വാതിൽ തുറന്ന് കല്യാണ വേഷത്തിൽ പുറത്തേക്ക് ആകെ വിഷമത്തോടെ ഇറങ്ങി വരുന്ന സന്ദീപിനെ കണ്ട ആതിര സങ്കടത്തോടെ സന്ദീപിനെ നോക്കി നിൽക്കുന്നു. അതിനുശേഷം സന്ദീപ് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും അവന്തികയുടെയും അനഘയുടെയും പ്രവൃത്തികൾ കൊണ്ട് തന്റെ ജീവിതത്തിൽ നിന്ന് സന്ദീപിനെ എന്നേക്കുമായി തട്ടിയെടുക്കാൻ പോകുന്ന അനഘയുടെ പ്രവൃത്തികളെ കുറിച്ചുമൊക്കെ ഓർത്ത് ആകെ വിഷമത്തോടെ ആതിര നിൽക്കുകയും അതോടൊപ്പം സന്ദീപ് തന്റെ കഴുത്തിൽ താലി ചാർത്തിയ നിമിഷത്തെക്കുറിച്ചുമൊക്കെ ആതിര ഓർത്ത് സങ്കടപ്പെട്ടു. ഒന്നും മിണ്ടാനാകാതെ ആതിര നോക്കാൻ പോലും കഴിയാതെ സന്ദീപ് പിന്തിരിഞ്ഞങ്ങ് നിൽക്കുമ്പോൾ ആതിരയ്ക്ക് സന്ദീപിന്റെ അവസ്ഥ മനസ്സിലായതുകൊണ്ട് ഒന്നും മിണ്ടാതെ ആതിര വേഗം താഴേക്ക് ഇറങ്ങിച്ചെന്നു. ഈ സമയത്ത് സേതുമാധവൻ എല്ലാവരും റെഡിയായില്ലേ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ആ വൃന്ദാവനത്തിൽ നിന്ന് വന്നവരെല്ലാവരും റെഡിയായി ഹാളിലേക്ക് എത്തിയത് കണ്ട് വലിയ സന്തോഷത്തോടെ സേതുമാധവൻ നിൽക്കുമ്പോ അവന്തിക അനഘയെ വിവാഹവേഷത്തിൽ അവിടെ എല്ലാവരുടെയും മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ കാഴ്ച കണ്ടതോടെ സേതുമാധവൻ വലിയ സന്തോഷത്തോടെ പറഞ്ഞു, എന്തായാലും എന്റെ മോന്റെ ജീവിതത്തിലേക്ക് അനഘയെ പോലെ ഒരു പെൺകുട്ടി കടന്നു വരുന്നതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. സത്യത്തിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ആദ്യം ഈ കുടുംബത്ത് പറഞ്ഞത് അവന്തികയാണെങ്കിലും ഞാനും അവന്തികയും ചേർന്ന് ഇങ്ങനെ ഒരു ആലോചന മുന്നോട്ട് കൊണ്ടുവന്നപ്പോ ഈ കുട്ടികൾ ആരും അത് എതിർത്തില്ല. ഞാൻ ആദ്യം ഭയന്നിരുന്നത് സന്ദീപെങ്കിലും ഇതിനെക്കുറിച്ച് എതിർത്ത് പറയുമെന്നായിരുന്നു ഞാൻ ഭയപ്പെട്ടിരുന്നത് എന്ന് സേതുമാധവൻ അറിയിച്ചു. അപ്പോഴേക്കും അവന്തിക അനഘയോട് എല്ലാവരുടെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാനായി പറഞ്ഞു. അനഘ അവിടെ ചെന്ന് വൃന്ദാവനത്തിൽ നിന്ന് വന്ന ഓരോരുത്തരുടെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ മീരയുടെ കാല് പിടിച്ച് അനുഗ്രഹം വാങ്ങിക്കാനായി അനഘയോട് അവന്തിക ആവശ്യപ്പെട്ടു. മീരയുടെ കാലിൽ ചെന്ന് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന സമയത്ത് മീര മനസ്സിൽ പറഞ്ഞു, എന്തായാലും നന്നായി വരും എന്നൊക്കെ എല്ലാവരുടെയും മുന്നിൽ പറയുമ്പോ മനസ്സിൽ ഇനി എന്തൊക്കെയാ കാണാൻ പോകുന്നത് എന്ന് മീര ആലോചിച്ചു. അപ്പോഴേക്കും എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അങ്ങനെ അവന്തികയുടെ അനുജത്തി മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അർച്ചനയുടെ അനുഗ്രഹം വാങ്ങിക്കാനായി അവന്തിക പറഞ്ഞു. അർച്ചനയുടെ കാല് തൊട്ട് അനഘ അവന്തികയുടെ അനുജത്തിയേക്കാൾ ഉപരി തന്റെ അടുത്ത കുഞ്ഞനുജത്തിയായി വരാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ അവന്തികയുടെ അനുജത്തിയെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അർച്ചന വേദനയോടെ ആതിരയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും ആതിര സങ്കടത്തോടെ തല കുനിച്ചു നിൽക്കുന്നത് കണ്ട് അർച്ചന ഒന്നും മിണ്ടാതെ നോക്കി. ആ സമയത്ത് സന്ദീപ് സ്റ്റെയർ ഇറങ്ങി വരുന്നത് എല്ലാവരും കണ്ടു. സന്ദീപിനെ കൂടി കണ്ടതോടെ ആതിരയുടെ മുഖത്തെ സങ്കടം ഇരട്ടിയായി. ഉടനെ തന്നെ വിഷമത്തോടെ സന്ദീപ് ആതിരയെ നോക്കുന്നത് കണ്ട് സേതുമാധവനും
അവന്തികയും സന്ദീപിനെയും അനഘയെയും ചേർത്ത് നിർത്തി. സേതുമാധവൻ വേഗം അവരിരുവരെയും തോളിൽ കൈവച്ചുകൊണ്ട് ചേർത്ത് നിർത്തി. സേതുമാധവൻ പറഞ്ഞു, അതെ, ഇനി അനഘയുടെ ജീവിതത്തിൽ എന്നും സന്ദീപും സന്ദീപിന്റെ ജീവിതത്തിൽ എന്നും അനഘയുമാണ് കൂട്ടായിട്ടുണ്ടാവുന്നത്. എന്റെ മകനായതുകൊണ്ട് പറയുകയല്ല, ഇവന് എല്ലാവരെയും സ്നേഹിക്കാനേ അറിയുകയുള്ളൂ. ആരെയും വഞ്ചിക്കാനോ ചതിക്കാനോ എന്റെ മോൻ അറിയില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന അനഘയുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്നും ഉണ്ടാകാൻ എന്റെ മോന് സാധിക്കും. അവൻ എന്നും അനഘയെ സ്നേഹിച്ചോളും. അനഘയുടെ ഒരു നല്ല ഭർത്താവായിരിക്കും എന്റെ മകൻ എന്നെല്ലാം സേതുമാധവൻ പറയുമ്പോൾ താൻ വിജയിച്ചതിന്റെ അഹങ്കാരത്തിൽ അവന്തിക അർച്ചനയെ നോക്കി. അർച്ചന ആകെ വിഷമത്തോടെ ആതിരയെ നോക്കുമ്പോൾ ഇതെല്ലാം കണ്ട് അതിനെല്ലാം സാക്ഷിയായി ഒന്നും മിണ്ടാനാകാതെ വൃന്ദാവനത്തിലുള്ള ഓരോ അംഗങ്ങളും അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത് കണ്ട് അർച്ചന ഒന്നും മിണ്ടാതെ വേഗം അവിടുന്ന് പുറത്തേക്ക് പോന്നു. അർച്ചന വെളിയിലേക്ക് ഇറങ്ങി പോകുന്നത് കണ്ട അവന്തിക കൃത്യം പിന്നാലെ അർച്ചന എവിടേക്ക് പോയെന്നറിയാനായി അർച്ചനയുടെ പിന്നാലെ അവന്തികയും പോയി. ഈ സമയത്ത് മൂർത്തിയുടെ അരികിലെത്തിയ അജയൻ മൂർത്തിയുടെ വിവരങ്ങളൊക്കെ ചോദിച്ചു. മൂർത്തിയണ്ണൻ എന്താ ചെയ്യുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചാ മൂർത്തിയണ്ണൻ തെറ്റിദ്ധരിക്കുവോ? എന്നെ കൂടി മൂർത്തിയണ്ണന്റെ കൂട്ടത്തിൽ കൂട്ടുവോ? എനിക്ക് മൂർത്തിയണ്ണനെ വലിയ ഇഷ്ടമായി. അപ്പോഴേക്കും മൂർത്തി ചോദിച്ചു, അല്ല, നിനക്ക് എന്താ ചെയ്യാൻ അറിയാവുന്നത് എന്ന് ചോദിച്ചതും മാന്യമായിട്ടുള്ള എന്ത് കാര്യം ഞാൻ ചെയ്യും എന്ന് അജയൻ പറഞ്ഞു. ഉടനെ തന്നെ മൂർത്തി പറഞ്ഞു, എന്നാലേ എനിക്ക് മാന്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് നിന്നെ കൂടെ കൂട്ടുന്ന കാര്യം എനിക്ക് ഉറപ്പ് പറയാനും ആവില്ല എന്ന് പറയുമ്പോ വേഗം അച്ഛൻ അരികിലേക്ക് ചാടി ചെന്നിട്ട് പറഞ്ഞു, അയ്യോ മൂർത്തിയണ്ണ, എനിക്ക് മാന്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിനോടാണ് എനിക്ക് താല്പര്യവും. അയ്യോ അങ്ങനെ പറഞ്ഞ് എന്നെ ഒഴിവാക്കല്ലേ മൂർത്തിയണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് മൂർത്തിയുടെ അരികിലേക്ക് അജയൻ ഓടിയെത്തി. ഉടനെ മൂർത്തി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്റെ കാര്യം ഞാൻ നോക്കാം, നീ സമാധാനപ്പെട് എന്ന് പറഞ്ഞ് മൂർത്തി തന്റെ കൂട്ടത്തിൽ അജയനെ കൂട്ടാമെന്ന് വാക്കുകൊടുത്ത് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും അർച്ചന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഇത്രയും നേരമായിട്ടും സച്ചിയേട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടായില്ലല്ലോ എന്നും സച്ചി എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്താനായി അയാളുമായി എത്താമെന്ന് പറഞ്ഞിട്ട് സച്ചിയേട്ടനെ കാണാത്തതിന്റെ ടെൻഷനിൽ അർച്ചന എന്ത് സംഭവിച്ചു എന്നറിയാനായി അങ്ങനെ കാത്തു നിൽക്കുമ്പോഴേക്കും അർച്ചനയുടെ ടെൻഷൻ കണ്ടുകൊണ്ട് അവിടേക്ക് അവന്തിക എത്തുന്നു. അർച്ചന എവിടെ വന്ന് നിൽക്കുകയാണോ എന്ന് ചോദിച്ച് അവന്തിക അരികിലേക്ക് വന്നതും അർച്ചന പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിച്ചു വന്നത് എന്ന് ചോദിച്ചത് കേട്ട് അവന്തിക പറഞ്ഞു, അല്ല, സാധാരണ ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ നീ പലപ്പോഴും വെല്ലുവിളിയുമായി എത്താറുണ്ടായിരുന്നല്ലോ, വിവാഹം മുടക്കുമെന്നൊക്കെ പറഞ്ഞു. ഇത്തവണ അതൊന്നും കണ്ടില്ല, അതാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞത് അവന്തികയോട് അർച്ചന പറഞ്ഞു, അതെ, ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊന്നും എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു, അത് ശരി തന്നെയാ, നീ എന്നോട് പറയണമെന്നൊന്നും എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഇന്ന് എന്റെ അനുജത്തിയുടെ വിവാഹമാണ്. കൃത്യം 10:30 എന്നൊരു മുഹൂർത്തം ഇന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ ആ 10:30 ആ മുഹൂർത്തത്തിൽ സന്ദീപ് എന്റെ അനുജത്തി അനഘയുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കും. അത് തീർച്ചയാണ് എന്ന് അവന്തിക അറിയിച്ചു. അപ്പോഴേക്കും അർച്ചന അവന്തികയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, സത്യത്തിൽ നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാത്ത എന്താണെന്നറിയാവോ? ഇന്നും വെറുതെ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് വിവാഹവേഷം ധരിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കോമാളിയായി നിൽക്കുന്ന നിങ്ങളുടെ അനുജത്തിയുടെ അവസ്ഥ ഓർത്തിട്ട് എനിക്കിപ്പോഴും സഹതാപം തോന്നുകയാണ്. നിങ്ങളെ വിശ്വസിച്ച് വെറുതെ വേഷം കെട്ടി മറ്റുള്ളവരുടെ മുന്നിൽ വന്നു നിൽക്കുന്ന അനഘയെ ഓർത്ത് എനിക്ക് വല്ലാത്ത സഹതാപവും വേദനയും തോന്നുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ഒരു വെടിവേഷം കെട്ടുന്നുണ്ടല്ലോ എന്നോർത്ത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളെ പറയുന്നത് പോലെ ഇന്നത്തെ ദിവസം ഈ വിവാഹം ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല. അത് നടക്കില്ല എന്ന് ഈ അർച്ചനയാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും നടക്കുകയില്ലാത്ത എന്ന് തന്നെയാണ് എന്ന് അർച്ചന അവന്തികയെ ഓർമ്മിപ്പിക്കുമ്പോൾ അവന്തിക പറഞ്ഞു, നീ എപ്പോഴും ഇങ്ങനെ വിവാഹം നടക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഇന്ന് അതിനെന്താ നീ പോംവഴി കണ്ടെത്തിയിരിക്കുന്നത് എന്ന് അവന്തിക അന്വേഷിക്കുമ്പോൾ അർച്ചന പറഞ്ഞു, നിങ്ങൾ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി, ഈ വിവാഹം ഇന്നത്തെ ദിവസം നടക്കില്ല. ഇത് മുടങ്ങുക തന്നെ ചെയ്യും. അവന്തികയുടെ അനുജത്തിക്ക് ഒരിക്കലും സന്ദീപിനെ നൽകാനാവില്ല. അത് ഈ അർച്ചനയാ പറയുന്നത് എന്ന് പറഞ്ഞ് അർച്ചന വീണ്ടും അവന്തികയെ വെല്ലുവിളിക്കുമ്പോൾ അവന്തിക ഇതിന് പിന്നിൽ എന്താ കാരണമെന്നറിയാതെ സംശയത്തോടെ അർച്ചനയെ നോക്കുന്നു.